സെപ്റ്റംബറിൽ 41 പേരുടെ മരണത്തിനിടയാക്കിയ കരൂർ ദുരന്തത്തിൽ പോലീസിനെയും ഡിഎംകെയും പഴിച്ച് മുഖ്യമന്ത്രി സി ജോസഫ് വിജയ് ഇന്ന് സംസാരിച്ചു. ഇന്ന് ആ ദുരന്തമുണ്ടായ മണ്ണിലേക്ക് മുഖ്യമന്ത്രി എന്ന നിലയിൽ എത്തിയ ശേഷമാണ് അവിടെ ജനങ്ങളെ അഭിസംബോധന ചെയ്യുമ്പോഴാണ് ജോസഫ് വിജയ് ഇക്കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിയത്. ദുരന്തം രാഷ്ട്രീയ ചതിയാണെന്നും ആൾക്കൂട്ടം നിയന്ത്രണാതീതമാണെന്ന് പോലീസ് മുന്നറിയിപ്പ് നൽകിയിരുന്നില്ല എന്നും വിജയ് പറഞ്ഞു. തമിഴ്നാട്ടിൽ അഴിമതി അവസാനിപ്പിച്ചതായി വിജയ് അവകാശപ്പെട്ടു. സർക്കാർ ഓഫീസുകളിൽ ഇനി 1 രൂപ പോലും കൈക്കൂലി നൽകരുതെന്ന് വിജയ് ആഹ്വാനം ചെയ്തു. ദുരന്തത്തിൽ മരിച്ചവരുടെ ഓർമ്മ നിലനിർത്താൻ കരൂരിൽ സ്മാരകം നിർമ്മിക്കുമെന്നും വിജയ് പറഞ്ഞു. ദുരന്തത്തിന് ശേഷം ആദ്യമായിട്ടായിരുന്നു വിജയ് കരൂരിൽ എത്തിയത്. ദുരന്തത്തിൽ മരിച്ചവരുടെ കുടുംബാംഗങ്ങളുമായി വിജയ് കൂടിക്കാഴ്ച നടത്തി. മരിച്ചവരുടെ ആശ്രിതരായ 32 പേർക്ക് ജോലി നൽകാനുള്ള സർക്കാർ തീരുമാനം വന്നിരുന്നു. അത് വലിയ വിവാദവുമൊക്കെയായിരുന്നു. എന്തായാലും അവർക്കുള്ള നിയമന ഉത്തരവ് കൂടി വിജയ് കൈമാറുകയാണ്. അങ്ങനെ ആ ദുരന്ത ഭൂമിയിലേക്ക് എത്തിയ വിജയിയാണ് നമ്മൾ കണ്ടത്. വലിയ കരഘോഷത്തോടെ സ്വീകരിക്കപ്പെടുന്നതാണ് നമ്മൾ അവിടെ കണ്ടത്. വിജയ് അവിടെ ജനങ്ങളെ ചേർത്ത് നിർത്തുന്ന ഒരുപാട് പ്രഖ്യാപനങ്ങളും കാര്യങ്ങളും വിശദീകരിച്ചു. അപ്പോൾ ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി നമുക്കൊപ്പം KP അഭിലാഷ് ചേരുന്നുണ്ട്. അഭിലാഷ് ഈ കാര്യങ്ങൾ വിശദീകരിക്കും. എന്തായാലും ഒരിക്കൽ വിജയുടെ രാഷ്ട്രീയത്തിന് അവസാനം കുറിക്കുമോ എന്ന് എല്ലാവരും ഭയന്ന കരൂർ ദുരന്തത്തിന് ശേഷം ഇത് വിജയുടെ രാഷ്ട്രീയ ജീവിതത്തിന്റെ അവസാനമാണോ എന്ന് എല്ലാവരും സംശയിച്ചു. അവിടേക്കാണ് വിജയ് ഇന്ന് എത്തിയത്. അഭിലാഷ് നമുക്കൊപ്പം ചേരുന്നു. അഭിലാഷ്, എങ്ങനെയാണ് അവിടെ അവർ സ്വീകരിക്കപ്പെട്ടത്, വിജയ് സ്വീകരിക്കപ്പെട്ടത്? എത്രമാത്രം വലിയൊരു സ്വീകരണമാണ് കരൂർ ജനത വിജയ്ക്ക് നൽകിയത്? രേണുക, കരൂരിലേക്കുള്ള വിജയിയുടെ വരവ് അത് അക്ഷരാർത്ഥത്തിൽ രാഷ്ട്രീയമായ ഒരു മറുപടി എന്ന് തന്നെ വിലയിരുത്തേണ്ടതായി വരും. ഒരു ദുരന്ത സാഹചര്യത്തെ വിജയ് ഇത്തരത്തിൽ രാഷ്ട്രീയ മുതലെടുപ്പിന് വേണ്ടി ശ്രമിക്കുന്നു എന്ന വിമർശനങ്ങൾ ഒരു പക്ഷേ ഇനിയും ഉണ്ടായേക്കാം. എന്നാൽ വിജയ് കരൂരിലേക്ക് എത്തുമ്പോൾ കരൂരിൽ സംഭവിച്ച ദുരന്തത്തെ രാഷ്ട്രീയ ആയുധമാക്കി DMK മാറ്റുകയാണ് ചെയ്തത് എന്ന കൃത്യമായ ആരോപണം ആണ് ഉന്നയിച്ചത്. 2025 സെപ്റ്റംബർ ആയിരുന്നു കരൂരിൽ വലിയ ദുരന്തം ഉണ്ടായത്. TVK എന്ന പൊളിറ്റിക്കൽ പാർട്ടി രൂപീകൃതമായതിനു ശേഷം നടത്തിയ ഏറ്റവും വലിയ സമ്മേളനമായിരുന്നു അന്നത്തേത്. വലിയ തയ്യാറെടുപ്പുകളോടു കൂടിയായിരുന്നു അന്ന് ആ സമ്മേളനം നടത്തിയിരുന്നത് എങ്കിൽ പോലും അത് പിന്നീട് വലിയൊരു ദുരന്തമായി മാറിയ സാഹചര്യം ആണ് ഉണ്ടായത്. 41 പേർ ആണ് ആ ആൾക്കൂട്ട തിരക്കിനിടയിൽ മരണപ്പെട്ടു പോയത് എന്നത് TVK എന്ന രാഷ്ട്രീയ പാർട്ടിയുടെ രാഷ്ട്രീയ ഭാവി ഏതാണ്ട് അടഞ്ഞു എന്ന് അന്ന് വിലയിരുത്തിയ പശ്ചാത്തലമുണ്ടായിരുന്നു. കാരണം അന്ന് DMK ആണ് അധികാരത്തിൽ ഇരുന്നത്. TVK ഈ പൊളിറ്റിക്കൽ പരിപാടിക്ക് ആസൂത്രണം നൽകിയത് സർക്കാർ സംവിധാനങ്ങളെ, പ്രത്യേകിച്ച് പോലീസ് സംവിധാനങ്ങളെ അറിയിക്കാതെയാണ് എന്ന വിമർശനം ഉണ്ടായിരുന്നു. അവിടെ പോലീസുകാരെ ആവശ്യപ്പെട്ടിരുന്നില്ല എന്നതാണ് ആക്ഷേപം. അതേസമയം കരൂരിലേക്ക് ഇന്ന് വിജയ് എത്തിയപ്പോൾ പ്രധാനമായും ഉന്നയിച്ചത് ഈ രാഷ്ട്രീയ സാഹചര്യങ്ങളെ മുതലെടുക്കുകയാണ് DMK ചെയ്തത് എന്നതാണ്. പ്രത്യേകിച്ച് കരൂരിലെ ദുരന്തത്തെ ഒരു രാഷ്ട്രീയ അവസരമാക്കി മാറ്റാൻ DMK ശ്രമിച്ചു എന്ന് വിജയ് അവിടെ ആളുകളോട് പറയുന്ന സാഹചര്യം ആണ് ഉണ്ടായത്. അതോടൊപ്പം തന്നെ DMKയെയും പോലീസ് ഉദ്യോഗസ്ഥരെയും വിജയ് അതിരൂക്ഷമായി തന്നെ വിമർശിക്കുന്നുണ്ട്. അതായത് പ്രതീക്ഷിച്ചതിനേക്കാൾ കൂടുതൽ ആളുകൾ അവിടേക്ക് എത്തിയിരുന്നുവെങ്കിൽ അക്കാര്യം സംഘാടകരെ അറിയിക്കേണ്ടിയിരുന്നത് പോലീസായിരുന്നു. അങ്ങനെ പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഒരു നീക്കം ഉണ്ടായില്ല. ഒരു പക്ഷേ പോലീസ് സമ്മർദ്ദത്തിന് അടിമപ്പെട്ടു പോയോ എന്ന സംശയം കൂടിയാണ് ഇന്ന് വിജയ് കരൂരിൽ എത്തിയപ്പോൾ ഉന്നയിച്ചത്. തീർച്ചയായും അത് വലിയ വിമർശനം തന്നെയാണ്. DMK സർക്കാരാണ് അന്ന് അധികാരത്തിലിരുന്നത്. MK സ്റ്റാലിനും DMKയ്ക്കും എതിരെയുള്ള രാഷ്ട്രീയ വിമർശനമായി തന്നെ നമുക്ക് അതിനെ ഉൾക്കൊള്ളേണ്ടതുണ്ട്. അതേസമയം വിജയുടെ വരവിനെ DMK പ്രവർത്തകർ വലിയ ആഘോഷമാക്കി മാറ്റി. കാരണം 2025 സെപ്റ്റംബറിൽ ഉണ്ടായ ആ ദുരന്തത്തിന് ശേഷം വിജയ്ക്ക് പിന്നീട് കരൂരിലേക്ക് എത്താൻ പറ്റാതെ പോയി. ദിവസങ്ങളോളം വിജയ് വീടിനകത്ത് നിന്ന് പുറത്തിറങ്ങാത്ത ഒരു സാഹചര്യം ആണ് ഉണ്ടായത്. പിന്നീട് ഈ വിഷയത്തിൽ പോലീസ് അന്വേഷണവും അതോടൊപ്പം തന്നെ CBI അന്വേഷണവും നടന്നു. ഈ ഘട്ടത്തിൽ എല്ലാം തന്നെ വിജയ്ക്ക് ചോദ്യം ചെയ്യലിന് വേണ്ടി ഹാജരാകേണ്ടി വന്ന പശ്ചാത്തലം കൂടി ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ്, അതായത് 2025 തലകുനിച്ച് അവിടെ നിന്ന് കരൂരിൽ നിന്ന് പോകേണ്ടി വന്ന വിജയ് ഒരു ഇടവേളയ്ക്ക് ശേഷം കരൂരിലേക്ക് തിരികെ എത്തുമ്പോൾ തമിഴ്നാടിന്റെ മുഖ്യമന്ത്രിയായിട്ടാണ് തിരിച്ചു വന്നത്. അതുകൊണ്ട് തന്നെ ഇതിനെ ഒരു ആഘോഷമാക്കി മാറ്റുകയായിരുന്നു DMK പ്രവർത്തകർ. പ്രത്യേകിച്ച് രാവിലെ ചെന്നൈയിൽ നിന്ന് പ്രത്യേക വിമാനത്തിൽ ആണ് വിജയ് എത്തിയത്. അതിനുശേഷം ഏതാണ്ട് 10 കിലോമീറ്ററോളം
റോഡ് ഷോ എന്ന നിലയിൽ ആയിരുന്നു കരൂരിലേക്കുള്ള വിജയുടെ വരവ്. ഈ റോഡ് ഷോയുടെ ഘട്ടങ്ങളിലെല്ലാം തന്നെ റോഡിന് ഇരുവശത്തും ആയിരക്കണക്കിന് പ്രവർത്തകർ ആണ് തടിച്ചുകൂടിയിരുന്നത്. വിജയുടെ വാഹന വ്യൂഹം കടന്നു പോകുമ്പോഴെല്ലാം പുഷ്പവൃഷ്ടി നടത്തിക്കൊണ്ടായിരുന്നു വിജയെ സ്വീകരിച്ചത് എന്നതാണ് എടുത്തു പറയേണ്ടത്. അങ്ങനെ യഥാർത്ഥത്തിൽ ഇത് ഒരു തിരിച്ചുവരവ് പോലെ അല്ലെങ്കിൽ രാഷ്ട്രീയമായ മറുപടി പോലെ, നമുക്കറിയാം വിജയ് അധികാരത്തിലേറിയതിനു ശേഷമുള്ള എല്ലാ പ്രവൃത്തികൾക്കും ഒരു സിനിമാ സ്റ്റൈൽ ഉണ്ട്, ഒരു തമിഴ് സിനിമാ സ്റ്റൈലിന്റെ ടച്ച് ഉണ്ട്. എങ്കിൽ ഇന്ന് കരൂരിലേക്ക് വിജയ് എത്തുമ്പോഴും അതേ സ്റ്റൈലിൽ തന്നെയാണ് വിജയ് എത്തിയത് എന്നതാണ് എടുത്തു പറയേണ്ടത്. അപ്പോൾ ഏതാണ്ട് 9 മാസത്തിന് ശേഷമാണ് KP അവിടേക്ക് വിജയ് എത്തിയത്. ഈ 9 മാസത്തെ ഇടവേളയ്ക്ക് ശേഷം എത്തുന്നു. അവിടെ മുഖ്യമന്ത്രിയായിട്ടാണ് വിജയ് എത്തുന്നത്. എന്നാൽ മുഖ്യമന്ത്രി പദത്തിലേക്ക് എങ്ങനെയാണോ വിജയ് നടന്നു കയറിയത്, അന്ന് എങ്ങനെയാണോ ജനങ്ങളോട് സംവദിച്ചത്, ആ രീതിയിലുള്ള ഒരു പ്രസംഗം അല്ലെങ്കിൽ സംഭാഷണമാണ് വിജയുടെ ഭാഗത്തു നിന്നും ഉണ്ടായത്. ജനങ്ങളെ ചേർത്ത് പിടിച്ചുകൊണ്ട് അവരിൽ ഒരാളായി നിന്ന് അതേസമയം തന്നെ DMK കടന്നാക്രമിച്ചുകൊണ്ടാണ് വിജയ് അവിടെ സംസാരിക്കുന്നത് കണ്ടത്. ഒപ്പം എന്താണ് തൻ്റെ ഈ ഭരണകാലയളവ്, ചെറിയ ഭരണകാലയളവ് എന്ന കാര്യം ഓർമ്മിപ്പിക്കുന്നുണ്ട്. എന്താണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെന്ന് ഓർമ്മിപ്പിക്കുന്നുണ്ട്. അഴിമതി എന്ന വിഷയത്തിൽ ഊന്നി നിലപാടെടുത്തുകൊണ്ടാണ് വിജയ് ഈ മുഖ്യമന്ത്രി കസേരയിലേക്ക് നടന്നു കയറിയത്. അപ്പോൾ ആ അഴിമതി വിഷയമാക്കി തന്നെ ജനങ്ങളോട് സംവദിക്കാൻ വിജയ് ശ്രമിച്ചു. അതിനിടയിൽ വിജയ് പറഞ്ഞ ഒരു കാര്യം, റീൽസ് അല്ല, റിയൽ ജനകീയ ഭരണമാണ് തമിഴ്നാട്ടിൽ നടക്കുന്നത് എന്നതുകൂടിയാണ്. അപ്പോൾ അങ്ങനെ കൂടി പൊതുസമ്മേളനത്തിൽ ജനങ്ങളോട് പറഞ്ഞുകൊണ്ടാണ് വിജയ് സംസാരിച്ചത്. അപ്പോൾ അഭിലാഷ്, എങ്ങനെയാണ് തൻ്റെ ഈ 2 മാസത്തോളം നീളുന്ന ഭരണകാലയളവ്, അതിനെ വിജയ് എങ്ങനെ ജനങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കാനാണ് ശ്രമിച്ചത്? എന്താണ് വിജയ് അതിനെക്കുറിച്ച് സൂചിപ്പിച്ചത്? ഇനിയുള്ള ഭാവിയെക്കുറിച്ച് എങ്ങനെ സൂചിപ്പിച്ചു? രേണുക, കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ TVK ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയാവുകയും അങ്ങനെ VCK മറ്റ് ഘടകകക്ഷികൾ കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പാർട്ടികളുടെ പിന്തുണയോടുകൂടി അധികാരത്തിലേറുകയും ചെയ്തതിനു ശേഷം ഒട്ടേറെ രാഷ്ട്രീയ സംഭവവികാസങ്ങൾ തമിഴ്നാട്ടിൽ ഉണ്ടായിട്ടുണ്ട്. പ്രത്യേകിച്ച് TVK MLA-മാരെ സ്വാധീനിക്കാനുള്ള നീക്കങ്ങൾ DMK-യുടെ ഭാഗത്ത് നിന്ന് നടന്നുവെന്നും അങ്ങനെ DMK MLA-മാരെ വിലക്കെടുക്കാനുള്ള നീക്കവും സർക്കാരിനെ അട്ടിമറിക്കാനുള്ള നീക്കവും ഒക്കെ നടന്നു എന്നുമുള്ള വിവരങ്ങൾ പുറത്തു വന്നതാണ്. അതുമായി ബന്ധപ്പെട്ട അന്വേഷണങ്ങൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തു തന്നെയാണെങ്കിലും വിജയ് അധികാരത്തിലേറിയതിനു ശേഷം ഏറ്റവും ആദ്യം തന്നെ പ്രഖ്യാപിച്ച 2 പദ്ധതികളിൽ ഒന്ന് സ്ത്രീകളുടെ സുരക്ഷ ഉറപ്പാക്കുന്ന പദ്ധതിയാണ്, മറ്റൊന്ന് ലഹരി ഇല്ലാതാക്കും എന്നുള്ളതാണ്. ഈ 2 പദ്ധതികൾക്കും വലിയ സ്വീകാര്യതയാണ് തമിഴ്നാട്ടിൽ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെയാണ് എടുത്തു പറയേണ്ടത്, ഇന്ന് കരൂരിൽ എത്തിയ വിജയുടെ പ്രസംഗത്തിൽ താൻ റീലുകളിൽ നിറയുന്ന മുഖ്യമന്ത്രിയല്ല, മറിച്ച് റിയൽ മുഖ്യമന്ത്രിയാണ് എന്നാണ് നടത്തിയത്. അതായത് വിജയുടെ ഭരണം അത് സിനിമകളിൽ കാണുന്നത് പോലെ അത്ര എളുപ്പമല്ല എന്നുള്ളതായിരുന്നു DMK-യുടെ നിലപാട്. നമുക്കൊരു 6 മാസം കാത്തിരിക്കാം എന്ത് സംഭവിക്കുമെന്ന് എന്നതായിരുന്നു DMK വിജയ് സർക്കാർ അധികാരത്തിലേറുമ്പോൾ പറഞ്ഞത്. എന്നാൽ അന്നു മുതൽ ഇന്നുവരെയുള്ള വിജയുടെ പ്രവർത്തനങ്ങൾ അത് ഘടകകക്ഷികളുടെ പിന്തുണയോടെയാണ് സർക്കാർ നിലനിൽക്കുന്നത് എങ്കിൽ പോലും പൊതുവിൽ കയ്യടി നേടുന്ന പ്രഖ്യാപനങ്ങളും തീരുമാനങ്ങളുമായാണ് വിജയ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത് എന്നത് തന്നെയാണ് എടുത്തു പറയേണ്ടത്. അതേസമയം ചില വിവാദ വിഷയങ്ങൾ, ഉദാഹരണത്തിന് ഇപ്പോൾ ഈ കരൂരുമായി ബന്ധപ്പെട്ട് തന്നെ കരൂരിൽ ആൾക്കൂട്ടത്തിൽ മരണപ്പെട്ട കുടുംബാംഗങ്ങൾക്ക് 20 ലക്ഷം രൂപയായിരുന്നു TVK അന്ന് ധനസഹായം പ്രഖ്യാപിച്ചത്. പിന്നീട് കരൂരിലേക്ക് എത്തി കുടുംബാംഗങ്ങളെ ആശ്വസിപ്പിക്കാനൊക്കെ വിജയ് ശ്രമിച്ചുവെങ്കിലും സുരക്ഷാ കാരണങ്ങൾ പറഞ്ഞ് വിജയ്ക്ക് അവിടേക്ക് എത്താൻ സാധിച്ചിരുന്നില്ല. പിന്നീട് വിജയ് തന്നെ ഈ കുടുംബാംഗങ്ങളെ തനിക്ക് അനുയോജ്യമായ ഒരിടത്തേക്ക് വിളിച്ചു വരുത്തുകയായിരുന്നു. അവിടെ എത്തിച്ച് ആണ് വിജയ് ഈ കുടുംബാംഗങ്ങളോട് മാപ്പ് പറഞ്ഞത്. അങ്ങനെ ഈ കുടുംബാംഗങ്ങൾക്ക് വിജയുമായി കൂടിക്കാഴ്ചയ്ക്ക് അവസരമൊരുക്കിയ ആളുകൾ ഉൾപ്പെടെ ഇന്ന് ഈ മന്ത്രിസഭയുടെ ഭാഗമാണ്. അതുമാത്രവുമല്ല, സിനിമാ മേഖലയിൽ തന്നെയുള്ള ജഗദീഷ് എന്ന ആൾ ഇത്തരം പ്രവർത്തനങ്ങൾക്ക് പിന്നിൽ പ്രവർത്തിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ഇപ്പോൾ വിജയുടെ പേഴ്സണൽ സ്റ്റാഫുകളിൽ ജഗദീഷ് അംഗവുമായിട്ടുണ്ട്. അങ്ങനെ വിജയ് ഒരു സ്വജനപക്ഷപാതം നടത്തുന്നു എന്ന വലിയ വിമർശനം ഇപ്പോൾ ഉയരുന്നുണ്ട്. അതിനുകൂടി വിജയ് മറുപടി നൽകുകയാണ് ചെയ്യുന്നത്. അതായത് കരൂരിൽ ദുരന്തത്തിൽ മരണപ്പെട്ടവരുടെ ആശ്രിതർക്ക് തൊഴിൽ നൽകുന്നതുമായി ബന്ധപ്പെട്ട ഒരു ഹർജി മദ്രാസ് ഹൈക്കോടതിയിലേക്ക് എത്തിയിരുന്നു. 31 ആശ്രിതർക്കാണ് തൊഴിൽ നൽകുന്ന ഉത്തരവ് ഇറക്കിയത്. അതിനെ ചോദ്യം ചെയ്തുകൊണ്ടുള്ള ഹർജിയാണ് വന്നത്. എന്നാൽ ആ ഹർജി
കോടതി തള്ളിയ ഒരു സാഹചര്യമുണ്ട്. അതേസമയം താൽക്കാലികമായ നിയമനം മാത്രമേ നൽകാവൂ. കോടതിയുടെ അന്തിമ വിധിക്ക് ശേഷം മാത്രമേ ഇവരെ സ്ഥിരപ്പെടുത്തുന്നത് സംബന്ധിച്ച ഒരു തീരുമാനമെടുക്കാൻ പറ്റുകയുള്ളൂ എന്ന് കോടതി വ്യക്തമാക്കിയിട്ടുണ്ട്. എങ്കിൽ പോലും നിയമപരമായും രാഷ്ട്രീയമായും വിജയ്ക്ക് ഈ ഒരു കോടതിയിൽ നിന്നുണ്ടായിട്ടുള്ള നീക്കം വലിയ പിന്തുണയാണ് ലഭിക്കുന്നത് എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. മാത്രവുമല്ല, വിജയുടെ വാക്കുകൾ അത് ഇന്നും കരൂരിൽ എത്തുമ്പോൾ സിനിമാ സ്റ്റൈലിൽ തന്നെയുള്ള പ്രസംഗമായിരുന്നു. പക്ഷേ ഓരോ വാക്കുകൾക്കും വാചകങ്ങൾക്കും ശേഷം വലിയ കയ്യടിയാണ് പ്രവർത്തകരുടെയും അണികളുടെയും ഒക്കെ ഭാഗത്തു നിന്നും ഉണ്ടായത്. അതുകൊണ്ട് തന്നെ വിജയ്ക്ക് ഇപ്പോഴും വലിയ സ്വീകാര്യത ലഭിക്കുന്നു എന്ന് തന്നെയാണ് TVK പ്രവർത്തകരുടെ അനുമാനം. ഒപ്പം എവിടെയൊക്കെ വിജയ് എത്തുന്നുണ്ടോ അതൊരു സിനിമാ താരത്തിന് ലഭിക്കുന്ന സ്വീകാര്യത എന്നതിനപ്പുറത്ത് ഒരു ജനകീയ മുഖ്യമന്ത്രിക്ക് ലഭിക്കുന്ന പിന്തുണയാണ് ഈ ആൾക്കൂട്ടം എന്നുകൂടിയാണ് ഇപ്പോൾ TVK അവകാശപ്പെടുന്നത്. തീർച്ചയായും. അപ്പോൾ താൻ ചെയ്യുന്ന കാര്യങ്ങളെക്കുറിച്ച് ഊന്നിപ്പറയാൻ വിജയ് ശ്രമിക്കുന്നു. അത് റിയൽ ആണ് എന്നതാണ് വിജയ് പറയുന്നത്. എന്തായാലും വിജയുടെ രാഷ്ട്രീയ ജീവിതത്തിന്റെ ഒടുക്കമാകും എന്ന് കരുതിയ കരൂരിൽ വിജയുടെ മാസ് എൻട്രിയാണ് ഇന്ന് കണ്ടത്. അവിടെ ജനങ്ങളെ ഒപ്പം നിർത്തുന്ന വിജയാണ് നമ്മൾ കണ്ടത്. വലിയ സ്വീകരണം വിജയ്ക്ക് അവിടെ ലഭിക്കുന്നതും കണ്ടു. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.